സോയ ചങ്ക്സ് ഇതുപോലെ ഒരു തവണയെങ്കിലും കഴിച്ച് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നഷ്ടം തന്നെയാണ്, കാരണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ സാധാ വലിപ്പമുള്ള സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് ചേർത്ത് നല്ല തിളച്ച വെള്ളം ഇത് മുങ്ങുന്നോളം ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10-15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അതേ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കണം. ആ പിഴിയുന്ന സമയത്ത് അതിലെ പതയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. അത് മുഴുവനായിട്ടൊന്ന് ഒരുപാടങ്ങ് പ്രസ് ചെയ്യേണ്ട, എന്നാലും പ്രസ് ചെയ്തിട്ട് കളയുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ 1-2 തവണ കഴുകി പ്രസ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് പോവും. അപ്പം ഞാൻ ഫുള്ള് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് എരിവിന് പാകത്തിന് മുളക് പൊടി, ഞാൻ കാശ്മീരി എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ നിറയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ, വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഒന്ന് ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് അതിൽ കോട്ടായിട്ടുണ്ട്. ഇനി ഇതിനൊരു അരമണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെച്ചാൽ നല്ലതാണ്. എന്നാലും സമയമില്ലാത്തവർക്ക് അപ്പം തന്നെ ചെയ്തെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ വേറെ ഒരു സിമിലർ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. രണ്ടും അടിപൊളിയാണ്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മസാലയൊന്നും പൊളിഞ്ഞു പോകത്തില്ല എണ്ണയ്ക്കകത്ത്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാട് ഓയിൽ വേണം. അല്ലാതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുത്ത് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഞാനിന്ന് റോസ്റ്റ് പോലെ ആക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയിലുള്ള ആ സോയ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ എരിവിന് കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലൊരു മണവും രുചിയും ഉണ്ടാവും പച്ചമുളക് ചേർക്കുന്ന സമയത്ത്. ഇനി നന്നായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതേ നല്ല പോലെ ഇപ്പോൾ ഫ്രൈ ആയി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ചുമ്മാ ചായയുടെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ. ഞാൻ സ്നാക്ക് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കിടിലൻ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ല. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.